ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യയുടെ ഷർട്ട് ധരിച്ച നന്ദിനി ആ ഡ്രസ്സ് ഊരാൻ നോക്കുന്ന സമയത്ത് സൂര്യ നിർബന്ധിച്ച് നന്ദിനിയോട് ആ ഷർട്ട് ഇട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ പറയാണ്. അതോടുകൂടി നന്ദിനി അങ്ങ് കുടുങ്ങിപ്പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ വീട്ടിൽ അടുത്ത വഴക്കുണ്ടാവാൻ പോകുന്നത് ഞാൻ സൂര്യ സാറിൻ്റെ ഷർട്ട് ഇട്ടതിനായിരിക്കും. എന്തിനാണ് വെറുതെ ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടാക്കുന്നത്? ഞാനൊന്ന് പറയുന്നത് കേൾക്ക് സൂര്യ സാർ എന്ന് പറയുമ്പോൾ സൂര്യ അതൊന്നും കേൾക്കുന്നില്ല. സൂര്യ പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. എന്നെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഷർട്ട് ധരിച്ച് തന്നെ നീ താഴേക്ക് പോകണം എന്ന് പറഞ്ഞതോടുകൂടി നന്ദിനിക്ക് പിന്നെ വേറെ ഒരു നിവൃത്തിയുമില്ലാതെ ആ ഷർട്ട് ധരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം ഇന്ദ്രജയും വേദയും വിജയനും കൂടി സംസാരിക്കുകയാണ്. അല്ല, ഇന്നലെ അമ്മ പറഞ്ഞത് മീറ്റിംഗ് ഉണ്ട്, എന്തോ ഒരു സ്പെഷ്യൽ കാര്യമാണ് അമ്മ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. എന്തായിരിക്കും അത്? അപ്പോൾ വിജയൻ പറയണേ, നിങ്ങൾ രണ്ടുപേരും എന്താണ് പ്ലാനും എന്നുള്ളത് ആൻറ്റി പറഞ്ഞിട്ടുണ്ടാവും, എന്നോട് പറയാതിരിക്കുകയാണോ? അപ്പോൾ ഇന്ദ്രജ പറയണേ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മയോട് ഞാൻ ഇന്നലെ രാത്രി ചെന്ന് ചോദിച്ചതാണ് എന്താണ് അമ്മയുടെ പ്ലാൻ എന്ന്. പക്ഷേ അമ്മ എന്താണെന്നറിയില്ല, അത് പറയുന്നില്ല. അത് അമ്മ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. അതാണെങ്കിലും അമ്മയുടെ മനസ്സിൽ ഉഗ്രം പ്ലാൻ തന്നെ ആയിരിക്കും. നന്ദിനിക്കിട്ട് എന്തെങ്കിലും ഒരു പണി അമ്മ ഇത്തവണ ഒരുക്കിയിട്ടുണ്ടാവും. സൂര്യയും നന്ദിനിയും അതിൽ എന്തായാലും വീഴുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് നന്ദിനി വരുന്നത്. നന്ദിനിയെ കണ്ടതോടുകൂടി ഇവർ മൂന്ന് പേരും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. സൂര്യയുടെ ഷർട്ട് ധരിച്ച് നന്ദിനി താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അവരങ്ങ് അതിശയിച്ചു പോവാണ്. അപ്പോൾ വേദ ഇന്ദ്രജയോട് പറയുന്നത്, അല്ല നന്ദിനി എന്താ ഏട്ടൻ്റെ ഷർട്ട് ധരിച്ചാണല്ലോ അവൾ വിലസുന്നത്? അത് കണ്ടതോടുകൂടി ഇന്ദ്രജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയണേ, സൂര്യ അവളുടെ കൈക്കുള്ളിലാണെന്നുള്ള അഹങ്കാരമാണ് ഇപ്പോൾ അവളീ കാണിക്കുന്നത്. നമ്മളെ ആരെയും അവൾക്കിപ്പോൾ ഒരു വിലയും ഇല്ലാതെ ഇരിക്കുന്നു. അമ്മയെപ്പോലും അവൾക്കിപ്പോൾ ഒരു പേടിയും ഇല്ലാതായിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവൾക്കിട്ട് എത്രയും പെട്ടെന്ന് ഒരു തിരിച്ചടി കൊടുത്തേ മതിയാവൂ. അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂന്ന് പേരും ദേഷ്യം പിടിച്ച് അസൂയോട് കൂടി നന്ദിനിയെ നോക്കുന്നത്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ ഇവരൊക്കെ കാണുമോ എന്നുള്ള ആ ഒരു നാണവും ടെൻഷനോട് കൂടിയാണ് കേട്ടോ കിച്ചണിലേക്ക് പോകുന്നത്. അപ്പോൾ രാജുവേട്ടൻ നന്ദിനിയെ കണ്ടതോടുകൂടി അങ്ങ് അതിശയിച്ചു പോവാണ്. ഇതിപ്പോൾ നന്ദിനി മോൾ എന്താ ഈ വേഷത്തിൽ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് രാജുവേട്ടൻ പറയണ, നന്ദിനി നിനക്ക് ഈ വേഷം നന്നായിട്ട് തരുന്നുണ്ട്. സൂര്യ സാറിൻ്റെ ഷർട്ട് നിനക്ക് നല്ല ചേർച്ചയുണ്ട്, ഇതിട്ടപ്പോൾ നല്ല ഭംഗിയുമുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാകുമല്ലോ മോളെ എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നത്, അത് തന്നെയാണ് രാജുവേട്ടാ എൻ്റെയും പേടി. ഞാൻ ഈ ഷർട്ട് ഊരി വെക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷേ സൂര്യ സാർ അതിന് സമ്മതിച്ചില്ല. ഇതിനെല്ലാം കാരണക്കാരി ഞാൻ തന്നെയാണ്. എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാണ്. സൂര്യ സാർ ആണെങ്കിലോ ഞാൻ ഈ ഷർട്ട് ഇട്ടത് കണ്ടുകൊണ്ട് വരികയും ചെയ്തു. പിന്നെ സൂര്യ സാർ ഈ ഷർട്ട് ഞാൻ ഊരാൻ സമ്മതിക്കുന്നില്ല. സൂര്യ സാർ ഇവിടെ പ്രശ്നമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ കാരണം വീണ്ടും ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുമല്ലോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് കേട്ടോ നന്ദിനി രാജുവേട്ടനോട് പറയുന്നത്. അപ്പോൾ രാജു പറയുന്നത്, മോള് സൂര്യ സാറിൻ്റെ ഡ്രസ്സ് ധരിച്ചു എന്ന് കരുതിയിട്ട് ഷർട്ട് ഇട്ടു എന്ന് കരുതിയിട്ട് ഇവിടെയുള്ളവരെന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത്? സൂര്യ സാറ് മോളുടെ ഭർത്താവാണ്. ഭർത്താവിൻ്റെ ഷർട്ട് ധരിച്ചു എന്ന് കരുതിയിട്ട് ഇവിടെ ആരും അങ്ങനെ പ്രശ്നമുണ്ടാക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ നന്ദിനി പറയുന്നത്, എന്താ രാജുവേട്ടൻ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അപ്പോൾ രാജു പറയണേ, മോളെ നീ ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നിൽക്കട്ടെ. അപ്പോഴാണ് വേദയും ഇന്ദ്രജയും കൂടി പത്മയോട് ഇക്കാര്യം പറയാൻ ചെല്ലുന്നത്. അപ്പോൾ പത്മയും യതീന്ദ്രനും അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദിനിയുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ, ഇപ്പോൾ സൂര്യയുടെ ഷർട്ട് ധരിച്ചാണ് അവൾ ഈ വീട്ടിൽ വിലസി നടക്കുന്നത്. അത് കേട്ടപ്പോൾ യതീന്ദ്രനും പത്മ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ യതീന്ദ്രന് അത് കേട്ടപ്പോൾ നല്ല സന്തോഷമാവാണ്. എന്നിട്ട് യതീന്ദ്രൻ ചോദിക്കുക, എന്താ നിങ്ങൾ പറഞ്ഞത്? അച്ഛൻ അത് കേട്ടപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ ഞങ്ങളെ കൊണ്ട് ഒന്നുകൂടി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ പത്മയ്ക്കാണെങ്കിലോ സൂര്യയുടെ ഷർട്ട് ഇട്ടാണ് നന്ദിനി നടക്കുന്നത് എന്ന് കേട്ടപ്പോൾ ദേഷ്യം പിടിക്കാനിട്ട്, എന്തിനാണ് അവൾ സൂര്യയുടെ ഷർട്ട് ഇട്ടിരിക്കുന്നത്? അപ്പോൾ യതീന്ദ്ര പറയണേ, നിങ്ങൾ എന്തിനാണ് ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? നന്ദിനി ഷർട്ട് ഇട്ടത് അവളുടെ ഭർത്താവിൻ്റെ ഷർട്ടാണ്, സൂര്യയുടെ ഷർട്ടാണ്. അതിനിപ്പോൾ എന്താ ഇത്ര പ്രശ്നം ഉണ്ടാക്കാനുള്ളത്? അപ്പോൾ ഇന്ദ്രജ പറയണേ, അച്ഛൻ അങ്ങനെയല്ലേ പറയൂ, അവളുടെ ഭാഗമല്ലേ അച്ഛൻ എപ്പോഴും ന്യായീകരിക്കൂ. അവളിപ്പോൾ ആ ഷർട്ട് ഇട്ട് നടക്കുന്നതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും വേറെയാണ്. ഞങ്ങൾക്കിപ്പോൾ ആരെയും പേടിയില്ല. നിങ്ങൾ ആരും എന്ത് പറഞ്ഞാലും ഞാൻ വില വെക്കില്ല എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, ഇന്ദ്രജ നീ എന്തിനാ വെറുതെ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? അപ്പോൾ പത്മ പറയണേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും നന്ദിനിയോട് ചായ കൊണ്ടുവരാൻ പറയണേ. അങ്ങനെ നന്ദിനി പത്മയ്ക്കും യതീന്ദ്രനും ഒക്കെയുള്ള ചായയുമായിട്ട് വരിക കേട്ടോ. അപ്പോഴത്തേക്കും സൂര്യൻ താഴേക്ക് വരികയാണ്. അങ്ങനെ സൂര്യക്കുള്ള ചായ നന്ദിനി
കൊടുക്കുകയാണ് ട്ടോ. എന്നിട്ട് നന്ദിനി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുമ്പോൾ സൂര്യയെ കണ്ടതോടുകൂടി പത്മ ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നന്ദിനിയോട് സംസാരിക്കാൻ വേണ്ടി ഇനി നിൽക്കായിരുന്നു. സൂര്യയെ കണ്ടതോടുകൂടി പത്മ തൽക്കാലം ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് നന്ദിനിയെ നോക്കി നിൽക്കുകയാണ് ട്ടോ. എന്നിട്ട് നന്ദിനി പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുമ്പോൾ സൂര്യ പറയാണ്, എന്താ നന്ദിനി നീ പെട്ടെന്ന് പോകുന്നത്, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനി കൊണ്ടുവന്ന ചായ കുടിക്കുകയാണ്. എന്നിട്ട് ആ ചായയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്, എന്തൊരു ടേസ്റ്റാണ്, ഈ ചായക്കൊക്കെ ഒരു പ്രത്യേക സ്വാദാണ്, നന്ദിനി എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക രുചിയാണ്, അച്ഛന് ചായ വേണോ എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയും എനിക്ക് വേണ്ട എന്ന് പറയാട്ടോ. അങ്ങനെ അല്ല അച്ഛൻ ഇപ്പോൾ നന്ദിനിയുടെ പുതിയ വേഷം കണ്ടില്ലേ, നന്ദിനി ഇട്ടിരിക്കുന്ന ഷർട്ടില്ലേ അത് എൻ്റെ ഷർട്ടാണ്, എങ്ങനെയുണ്ട് നന്ദിനിക്ക് ചേരുന്നുണ്ടോ അച്ഛ? അപ്പോൾ യതീന്ദ്ര ചേരുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയണേ, ഇനി മുതൽ നന്ദിനി എൻ്റെ ഷർട്ടിട്ടാണ് ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്നത്, ഇതുവരെ സാരിയൊക്കെ അല്ലേ ഉടുത്തിട്ടുള്ളത്, എപ്പോഴും ഇങ്ങനെ ഈ സാരി ഉടുത്ത് നടക്കുന്നതിനേക്കാളും നല്ലതാണ് എൻ്റെ ഈ ഷർട്ടിട്ട് നടക്കുന്നതൊക്കെ, ഇതാവുമ്പോൾ നന്ദിനിക്ക് നന്നായി ചേരുന്നുമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പത്മ ദേഷ്യം പിടിച്ച് കടിച്ചു പിടിച്ച് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് നന്ദിനി സൂര്യയുടെ ഷർട്ടിട്ടതിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ്. അത് കേട്ടതോടുകൂടി പത്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയാണ്, എന്താടാ നീ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത്, എന്തിനാണ് ഇവൾ നിൻ്റെ ഷർട്ടിട്ടിരിക്കുന്നത്, നിനക്ക് നാണം തോന്നുന്നില്ലേ, ഇവൾ ഇവിടെ ഈ ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ രണ്ട് കൊടുക്കാനാണ് തോന്നുന്നത്, നിനക്ക് ഇവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ച് നിൻ്റെ ഷർട്ട് ഊരി വാങ്ങിക്കുകയല്ലേ വേണ്ടത്, ഇവളൊക്കെ നിൻ്റെ ഷർട്ട് ഇടാൻ എന്ത് യോഗ്യതയാണ് ഇവൾക്കുള്ളത്? അത് കേട്ടതോടുകൂടി സൂര്യ പറയണേ, എന്ത് യോഗ്യതയാണാവോ ഇനി വേണ്ടത്, എൻ്റെ ഭാര്യ എന്നുള്ള യോഗ്യത തന്നെയാണ് എൻ്റെ ഷർട്ട് നന്ദിനിക്ക് ഇടാനുള്ള എല്ലാ അവകാശവും ഉള്ളത്, അതിനിപ്പോൾ മറ്റുള്ളവരെന്തിനാണ് ഇങ്ങനെ അസൂയപ്പെടുന്നതും ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും, എൻ്റെ ഭാര്യ എൻ്റെ ഷർട്ടിട്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണുള്ളത്, അതിനെന്തിനാ മറ്റുള്ളവരിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് കേട്ടപ്പോൾ പത്മ പറയുന്നത്, നിനക്ക് ഒരുപാട് സന്തോഷമാണെങ്കിൽ ഇപ്പോൾ നിൻ്റെ ഷർട്ട് അവളിട്ട് നടക്കുകയല്ലേ, ഇനി ഒരു കാര്യം ചെയ്യ്, നീ അവളുടെ സാരിയും എടുത്തുകൊണ്ട് നടന്നു, ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് സൂര്യയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ച് പത്മ സംസാരിക്കാൻ ട്ടോ. അതോടുകൂടി സൂര്യ ഒന്നും മിണ്ടാതെ നന്ദിനിയുടെ കൈ പിടിച്ച്, നന്ദിനി ഇനി ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, നീ എന്തിനാണ് പത്മ അവനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചത്? അപ്പോൾ അവനെ ദേഷ്യം പിടിപ്പിക്കുകയല്ല വേണ്ടത്, അവനെ കാരണം നോക്കി പൊട്ടിക്കുകയാണ് വേണ്ടത്, നാണം കെട്ടവൻ എന്ന് പറഞ്ഞ് പത്മ റൂമിലേക്ക് പോവാൻ ട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യ പത്മക്കിട്ട് നല്ലൊരു കൊട്ട് കൊടുക്കാനാണ് ട്ടോ താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ സൂര്യയുടെ ആ വേഷം കണ്ടതോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. രാജുവേട്ടനും ഇന്ദ്രജയും വേദയും വിജയനും ഒക്കെ ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ യതീന്ദ്രനും പത്മയൊക്കെ അങ്ങ് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് സൂര്യയുടെ ആ വേഷം കണ്ടതോടുകൂടി. അപ്പോൾ സൂര്യ പത്മ പറഞ്ഞതുപോലെ തന്നെ നന്ദിനിയുടെ സാരി എടുത്തുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് സൂര്യ പത്മയുടെ മുന്നിൽ വെച്ച് അങ്ങ് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യാൻ ട്ടോ. അപ്പോൾ അത് കാണുന്ന യതീന്ദ്രൻ പത്മ നേരത്തെ പറഞ്ഞതിന് കിടിലൻ മറുപടി തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് യതീന്ദ്രൻ മിണ്ടാതെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് സൂര്യയെ നോക്കുന്നത്. അങ്ങനെ സൂര്യർക്ക് മുന്നിൽ വെച്ച് പത്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സാരി എടുത്തുകൊണ്ട് അങ്ങ് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യാണ്. രാജുവേട്ടനെയും ഒപ്പം കൂട്ടുകയാണ്. എന്നിട്ട് വിജയൻ്റെ കൈ പിടിക്കുകയാണ് ട്ടോ. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന സൂര്യയുടെ ആ ഡാൻസും സാരി ചുറ്റിലൊക്കെ കാണുന്ന സമയത്ത് നന്ദിനിക്ക് ഇങ്ങനെ പുഞ്ചിരി വരികയാണ് ട്ടോ. ആ വേഷവും സൂര്യയുടെ ഡാൻസ് കളിയൊക്കെ കാണുമ്പോൾ അപ്പോൾ പത്മയ്ക്കും ഇന്ദ്രജയ്ക്കും വേദയ്ക്കും ദേഷ്യം പിടിച്ചിട്ടാണ് നന്ദിനിയുടെ സാരി എടുത്ത് കാണുന്ന സൂര്യയെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ച് നോക്കി നിൽക്കുന്നത്. അപ്പോൾ സൂര്യയോടൊപ്പം വിജയൻ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രജ അങ്ങ് പിടിച്ചു വലിക്കുകയാണ്, നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ്. അങ്ങനെ സൂര്യ ഡാൻസ് കളിയൊക്കെ നിർത്തിയ ശേഷം യതീന്ദ്രനോട് പറയണ, അച്ഛ എങ്ങനെയുണ്ട് എൻ്റെ ഈ സാരി എടുത്തിട്ടുള്ള വേഷം, ഇത് എനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ, എന്നോട് ഈ ഐഡിയ പറഞ്ഞു തന്നത് അമ്മ എന്ന് പറയുന്ന ഈ നിൽക്കുന്ന പത്മ മേഡമാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്ന്, എങ്ങനെയുണ്ട് എനിക്കിത് ചേരുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ പത്മ പറയണേ, ഇപ്പോൾ ശരിക്കും ഒരു പൊട്ടനെ പോലെയുണ്ട്, ഇത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് ഭ്രാന്തില്ല, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പത്മ ദേഷ്യം പിടിച്ച് ഓഫീസിലേക്ക് അങ്ങ് പോവാട്ടോ. അതോടുകൂടി ഇന്ദ്രജയും വേദയും വിജയനും ഒക്കെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് അമ്മയോടൊപ്പം യതീന്ദ്രനും അങ്ങ് പോവാട്ടോ. അപ്പോൾ പത്മ ഓഫീസിലേക്ക് പോവുകയാണെന്ന് കേട്ടതോടുകൂടി സൂര്യ നന്ദിനിയുടെ കൈ പിടിച്ചുകൊണ്ട്, വാ പെട്ടെന്ന് വാ, അവരവിടെ ഓഫീസിൽ എത്തുന്നതിൻ്റെ മുന്നേ നമുക്കവിടെ എത്തണം എന്ന് പറഞ്ഞാണ് സൂര്യ റൂമിലേക്ക് നന്ദിനിയെയും കൊണ്ടുപോകുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി നമുക്ക് ആദ്യം ഓഫീസിലെത്തണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരിനി വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോകുന്നത്. ഈ സമയം പത്മയും യതീന്ദ്രനും കാറിൽ പോവാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, നീ എന്തിനാണ് സൂര്യയെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചത്, അതുകൊണ്ടല്ലേ അവനിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പോൾ
അപ്പോൾ പത്മ പറയണേ പിന്നെ ഞാൻ മിണ്ടാതിരിക്കണം, അവനിപ്പോൾ ആ വേലക്കാരിയുടെ സാരി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നു, അവനെ ഒരു കോമാളിയെ പോലെ വേഷം കെട്ടി എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു, എന്നിട്ടിപ്പോൾ സൂര്യയ്ക്ക് വേണ്ടി നിങ്ങൾ അവനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു. ഞാൻ അവനെ ന്യായീകരിച്ചതല്ല, നീ അവനെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടല്ലേ അവൻ നന്ദിനിയുടെ സാരി എടുത്തുകൊണ്ട് വന്നത്. പിന്നെ ഞാൻ അവനോട് ദേഷ്യപ്പെടാതെ എന്തിനാണ് അവൻ്റെ ഷർട്ട് ആ വേലക്കാരി ഇട്ട് നടക്കുന്നത് അത് കണ്ടോണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കണം? ഞാൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തതിനാണോ അവൻ ആ വേലക്കാരിയുടെ സാരി എടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്നത്? നാണം കെട്ടവൻ. നിങ്ങൾക്ക് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നാണക്കേടും തോന്നില്ല. പക്ഷേ നിങ്ങൾ ആദ്യം ഒരു കാര്യം ഓർത്തോ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടി ലാസ്റ്റ് എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് അവൻ നിൽക്കുമ്പോൾ നിങ്ങൾ അന്ന് പഠിച്ചോളും. അപ്പോൾ യതീന്ദ്രൻ പറയും, എന്തിനാണ് പത്മ നീ അവനെ ഇങ്ങനെ ശപിക്കുന്ന പോലത്തെ വാക്കുകൾ പറയുന്നത്? പിന്നെ ഞാൻ അവൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് മിണ്ടാതെ കണ്ടോണ്ട് നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അവനെ ശപിച്ചതല്ല, അവന് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിനെല്ലാം കാരണക്കാരി അവളാണ്, വേലക്കാരി. സൂര്യക്ക് എന്തായാലും സാരി ചുറ്റാനൊന്നും അറിയില്ലല്ലോ, അവളല്ലേ സൂര്യക്ക് സാരി ചുറ്റി കൊടുത്തിട്ടുള്ളത്. അവൾക്ക് സൂര്യ എല്ലാവർക്കും മുന്നിൽ നാണം കെടുകയും വേണം, നമ്മുടെ വീട് നശിച്ചു പോവുകയും വേണം, അതാണ് അവളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് നന്ദിനിയെ പത്മ കുറ്റപ്പെടുത്തുമ്പോൾ യതീന്ദ്രൻ പറയണ, കണ്ടില്ലേ ഇപ്പോഴും നീ അവസാനം ചെന്ന് നിൽക്കുന്നത് നന്ദിനിയുടെ അടുത്താണ്. നന്ദിനി എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നത്? സൂര്യയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? നന്ദിനിയോട് സൂര്യ പറഞ്ഞത് അവൾക്ക് അനുസരിച്ചല്ലേ പറ്റൂ, അതുകൊണ്ടാണ് അവൾ സൂര്യ പറഞ്ഞതുപോലെ ചെയ്തത്. അല്ലാതെ നീ അവളെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. നന്ദിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പത്മ, നിനക്കിപ്പോൾ ദേഷ്യം വരുന്നതിൻ്റെ കാര്യം സൂര്യ ഇപ്പോൾ സാരി ചുറ്റി വന്നതുകൊണ്ടല്ല, നന്ദിനിയുടെ സാരി ചുറ്റിയതിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ദേഷ്യം വരുന്നത്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ പത്മ, നിനക്ക് ഇപ്പോഴും നന്ദിനി നിനക്ക് വേലക്കാരിയായിട്ടാണ് നീ കാണുന്നത്. പക്ഷേ സൂര്യക്ക് അങ്ങനെയല്ല, സൂര്യയുടെ ഭാര്യയാണ് നന്ദിനി. കേട്ടപ്പോൾ പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ കാർ ഓടിക്കുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, പത്മ ശ്രദ്ധിച്ച് കാർ ഓടിക്കുക, നന്ദിനിയോടുള്ള ദേഷ്യം റോഡിൽ തീർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് രണ്ടുപേരും കൂടി പോകുന്നത്. ഈ സമയം സൂര്യയും നന്ദിനിയും കൂടി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ രാജുവേട്ടനോട് നന്ദിനി പറയുകയാണ്, എനിക്കിന്ന് നല്ല ടെൻഷനുണ്ട്, സൂര്യ സാറിൻ്റെ പണിയാണ് എന്നെ ഇപ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുപോവേണ്ടത്. അതിനെന്താ മോളിപ്പോൾ അവിടുത്തെ വലിയ ഓഫീസറായിട്ടല്ലേ ഉള്ളത്, അപ്പം പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് മോളെ? എന്താ രാജുവേട്ടന് പറയുന്നത്? എനിക്കാണെങ്കിൽ അവിടുത്തെ ഒരു കാര്യവും അറിയില്ല. ഈ സൂര്യ സാറ് പത്മ മാഡത്തിനുള്ള ദേഷ്യമാണ് എന്നോട് വെച്ച് ഇപ്പം തീർക്കുന്നത്. അവിടെയാണെങ്കിലോ ഇന്നൊരു മീറ്റിങ്ങുമുണ്ട് പത്മ മാഡത്തിൻ്റെ മുന്നിൽ വെച്ച്, ഞാൻ എങ്ങനെയാണ് ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുക? എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നന്ദിനി ഇനി സൂര്യയോടൊപ്പം ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.